രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് മാധ്യമങ്ങൾ എം പി രാജേഷിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടിയുണ്ട്. അദ്ദേഹം പറഞ്ഞത് തെരുവുപട്ടി വിഷയം കഴിഞ്ഞില്ലേ എന്നായിരുന്നു. രാഹുലിന്റെ ഒരു കാര്യം ചോദിക്കുമ്പോൾ ഇത്തരത്തിലൊരു മറുപടി പറയുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇൻഡയറക്ട്ലി ആണെങ്കിൽ പോലും ഈ ഒരു തെരുവുപട്ടി വിശേഷണം രാഹുലിന് തന്നെയാണ് എന്നാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമങ്ങളെല്ലാം വാർത്ത ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. ഇപ്പം ഓൺലൈൻ ചാനലുകളാണെങ്കിലും അല്ലെങ്കിൽ മുഖ്യധാരാ മാധ്യമങ്ങളാണെങ്കിലും ഇപ്പം അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം ചോദിക്കുമ്പോൾ തെരുവുപട്ടിയുടെ വിഷയം പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് എവിടെയാണ് പറയുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പം അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശാസ്ത്രമേള നടക്കുകയായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വേദിയിലേക്ക് വരുന്നു. അപ്പൊ ശിവൻകുട്ടിയായിട്ട് സംസാരിക്കുന്ന വീഡിയോകൾ പുറത്തു വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുമായി വേദി പങ്കിടുന്നു. പക്ഷെ അപ്പോഴും ഒരു BJP നേതാവ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. അത് ആരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. റിപ്പോർട്ടർ ചാനലുകളൊക്കെ അത് ന്യൂസ് ആക്കിയെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്ന് കരുതി ശാസ്ത്രമേള നിർത്താനൊന്നും പോകുന്നില്ലല്ലോ. ഇത് വ്യക്തിപരമായ കാര്യം എന്ന് പറയുന്നതിനേക്കാൾ ഉപരി വേദി പങ്കിടാൻ വ്യക്തിപരമായി അവർക്ക് താല്പര്യക്കുറവില്ലെങ്കിൽ പോലും പാർട്ടിയോടുള്ള ഭയം കൊണ്ടായിരിക്കില്ല ആ ഒരു സമയത്ത് അങ്ങനെ ഒരു തീരുമാനം. ഒരിക്കലല്ല. അങ്ങനെയാണെങ്കിൽ പാലക്കാടിന്റെ ചെയർപേഴ്സൺ ഉണ്ടല്ലോ, അവരെന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടമായിട്ട് വേദി പങ്കിട്ടത്? ആ ഒരു വേദി പങ്കിടലോട് കൂടി അവർക്ക് കിട്ടിയ കുറച്ച് അനുഭവങ്ങളുണ്ട്. അത് തന്നെയായിരിക്കാം ഈ ഒരു BJP നേതാവിനെയും ഭയപ്പെടുത്തിയിട്ടുണ്ടാവുക. ആ ഒരു പാർട്ടി കൂട്ടമായി നിന്ന് ആക്രമിക്കുന്നതായിരുന്നു നമ്മൾ പാലക്കാട് കണ്ടിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു നീക്കം തന്നെ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് തനിക്കും ഉണ്ടായേക്കാം എന്നുള്ള ഭയമാണെങ്കിലോ ഈ ഒരു നേതാവിനെ കൊണ്ട് പാർട്ടിയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വേദിയിലേക്ക് വന്നു എന്ന് പറഞ്ഞ് പരിപാടി അവിടെ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോടതി ശിക്ഷിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിയമ നടപടിയോ ഒന്നും സ്വീകരിക്കാത്ത ഒരാളാണ്. ഇതുവരെ കൃത്യമായിട്ട് കേസ് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേദി പങ്കിടാം. അതില് തെറ്റൊന്നുമില്ല. നിയമപരമായിട്ട് അവിടെ ഒരു തെറ്റുമില്ല. അപ്പം ധാർമ്മികപരമായിട്ടാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് വേദി പങ്കിടുന്ന എത്രയോ നേതാക്കന്മാരുണ്ട്. അത് CPM-ലുണ്ട്, BJP-യിലുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പം അതിലൊന്നും ഒരു വിഷയമില്ല. ഇപ്പോ മിനി കൃഷ്ണകുമാർ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ ഒരു വാർത്ത കൃത്യമായിട്ട് വരികയും അത് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അത് കൃഷ്ണകുമാറിന്റെ ഭാര്യ ആയതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ BJP കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ ആദ്യമേ അവരുടെ സ്ട്രാറ്റജി എന്തായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ട് കാലുകുത്തത്തില്ല, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ അനുവദിക്കത്തില്ല. അദ്ദേഹം കൃത്യമായിട്ട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എല്ലാ പൊതുപരിപാടികളിലും അദ്ദേഹം മറ്റാരെയും നോക്കാതെ പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ടിറങ്ങുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ പാർട്ടി, ഇപ്പോൾ CPM ആയിക്കോട്ടെ അല്ലെങ്കിൽ BJP ആയിക്കോട്ടെ, ഏതൊക്കെ പാർട്ടികൾ രാഹുലിനെതിരെ നിന്നാലും രാഹുൽ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി രാഹുൽ ആരെയും നോക്കാതെ അവിടെ ചെയ്യുന്നുണ്ടെന്നുള്ളത്. അവിടെ അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പൊ കൃഷ്ണകുമാറിനെതിരെ ഇത്തരത്തിലുള്ള കേസ് അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ കൃഷ്ണകുമാർ വരുന്ന വേദിയിലും BJP-യുടെ നേതാക്കന്മാർ പങ്കെടുക്കാൻ പാടില്ല എന്നൊരു അജണ്ട വെക്കണ്ടേ? അതെ, തീർച്ചയായിട്ടും. സ്ത്രീ വിഷയത്തിൽ പുരുഷന്മാരോടല്ല, അല്ലെങ്കിൽ എല്ലാ നേതാക്കന്മാരോടും ഇതേ സമീപനമാണെങ്കിൽ എല്ലാവരെയും ഒരേപോലെ കാണണം. അപ്പം കൃഷ്ണകുമാർ ഒരു വേദിയിലേക്ക് വരികയാണെങ്കിൽ ഇത്തരത്തിൽ മിനി കൃഷ്ണകുമാർ ഇറങ്ങി പോകുമെന്ന് നമ്മളോട് ചോദ്യം ചോദിക്കേണ്ടതുണ്ട്. അപ്പം അത്തരത്തിൽ ഇപ്പം CPM-ന്റെ MLA-മാർ എത്രയോ പേരുണ്ട്. CPM-ന് ഒരു മന്ത്രി തന്നെ ഉണ്ട്. ഈ ഇതിന്റെ പേരില് പാൻ ഇന്ത്യ സ്റ്റാർ ആയിട്ട് നിലനിൽക്കുന്ന ഒരു മന്ത്രി തന്നെ CPM-നകത്തുണ്ട്. അല്ലെ, CPM-ലല്ല, CPM-ന്റെ ഘടകകക്ഷിയിലൊരു മന്ത്രിയായിട്ട് അവിടെ തന്നെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള മന്ത്രിമാരും മറ്റു കാര്യങ്ങളും ഉള്ളപ്പോൾ അവര് വരുമ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ വേദി ഇറങ്ങി പോകാത്തത്? അപ്പൊ അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇപ്പം അത്തരത്തിലുള്ള മന്ത്രിമാരുമായിട്ടും MLA-മാരുമായിട്ടും വേദി പങ്കിടാം. പക്ഷെ ഇതുവരെ ഒരു കേസ് പോലും ഇല്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വേദി പങ്കിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്നത് അത് രണ്ട് വെള്ളത്തിൽ കാലുവെക്കുന്ന പോലെയാണ്. ഈ ഒരു വിഷയത്തിൽ V ശിവൻകുട്ടിക്കെതിരെ മാധ്യമങ്ങൾ തിരിഞ്ഞ സമയത്ത് അദ്ദേഹം വ്യക്തമായ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ടായിരുന്നു. റിട്ടേൺ ആയിട്ടുള്ള ഒരു പരാതിയുമില്ല, അല്ലെങ്കിൽ ഒരു പരാതിയും രാഹുൽ മാങ്കൂട്ടത്തിന് ഇല്ലാത്തിടത്തോളം കാലം രാഹുലിനെ പ്രതിയായിട്ട് കാണേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ രാഹുലിനോടൊപ്പം വേദി പങ്കെടുത്തത് വേറൊരു തെറ്റും കാണുന്നില്ല എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടായിരുന്നത്. സ്വാഭാവികമായും CPM-ലെ തന്നെ അല്ലെങ്കിൽ LDF-ലെ തന്നെ ചില നേതാക്കന്മാർക്കെങ്കിലും ചില മന്ത്രിമാർക്കെങ്കിലും തലക്ക് വെളിവ് വെച്ച് തുടങ്ങിയെന്ന് തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിൽ. വെളിവ് വെച്ചതല്ല, അതെ, ഈ ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യത്തിൽ ഇനിയും രാഹുലിനെ ക്രൂശിക്കാൻ തുടങ്ങിയാൽ അത് സ്വന്തം പാർട്ടിക്ക് നെഗറ്റീവായിട്ട് വരുമെന്നുള്ള തിരിച്ചറിവാണ് അവർക്ക് ഈ ഒരു രീതിയിലേക്ക് എത്താൻ കാരണം എന്ന് പറയുന്നത്. കോൺഗ്രസിലാണെങ്കിലും CPM-ലാണെങ്കിലും BJP-യിലാണെങ്കിലും അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു നേതാവാണെങ്കിലും ഇപ്പം ധാർമ്മികതയുടെ പേരിലാണെങ്കിൽ പോലും അദ്ദേഹത്തിനെതിരെ ഒരു കേസ് പോലും നിലനിൽക്കാത്ത ഒരു സാഹചര്യത്തിൽ, ഒരു പരാതിക്കാരി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ ക്രൂശിക്കേണ്ട ആവശ്യമില്ല. പരാതിക്കാരി ഉണ്ടായിരുന്നെങ്കിൽ, കൃത്യമായിട്ട് പരാതി ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്താം. എല്ലാവർക്കും അവരുടെ ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. അദ്ദേഹം വരുന്ന വേദിയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാതിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്താം. ഇപ്പം CPM-നാണെങ്കിൽ പോലും നിയമസഭയിൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്താം.
പക്ഷെ ഇവിടെ അതിനുള്ള ഒരു സ്കോപ്പ് അവിടെ ഇല്ല. അപ്പം നിയമസഭയിലുള്ള മന്ത്രിമാർ, ഇതിലും വലിയ കേസുള്ള മന്ത്രിമാർ നിയമസഭയിൽ വരികയും ഈ പാർട്ടിയെ പ്രതികരിച്ച് പങ്കെടുക്കുകയും ഈ പാർട്ടിയുടെ പ്രവർത്തകരായിട്ട് വീണ്ടും പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, ഇതുവരെ ഒരു കേസ് പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ, ഒരു പരാതിക്കാരി പോലും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യവുമില്ല. അവിടെയാണ് ഈ ടേംസ് വരുന്നത്. ഇപ്പോ മിനി കൃഷ്ണകുമാർ ആണെങ്കിലും പ്രമീള ശശിധരൻ ആണെങ്കിൽ പോലും, ഇപ്പം BJPയുടെ ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഇപ്പൊ പ്രമീള ശശിധരൻ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു. അതിനുശേഷം അവർക്കെതിരെ BJPയിൽ നിന്ന് അല്ലെങ്കിൽ സൈബർ ഹാൻഡിലുകൾ CPM ആയിരിക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ് ആയിരിക്കാം, BJP ആയിരിക്കാം, അവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അവിടെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എത്രത്തോളം രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്താൻ പറ്റും? നിയമപരമായിട്ട് മാറ്റി നിർത്താൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? എല്ലാവർക്കും ഇവിടെ ജനാധിപത്യപരമായിട്ട് അവകാശങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനും ജനാധിപത്യമായിട്ട് അവകാശങ്ങളുണ്ട്. അദ്ദേഹത്തിനെതിരെ കേസില്ലാത്തൊരു അവസരത്തിൽ, അദ്ദേഹത്തിനെതിരെ ഒരു ഗൂഢാലോചനയാണോ എന്ന് പോലും സംശയിക്കുന്ന ഒരു സമയത്ത്, അത്തരത്തിലൊരു പരാതിക്കാരി ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ എങ്ങനെ മാറ്റി നിർത്തും എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. അപ്പം ഇവിടെ കോൺഗ്രസിലാണെങ്കിൽ മാറ്റി നിർത്തുന്നത് VD സതീശനാണെന്ന് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പം VD സതീശനെ സോഷ്യൽ മീഡിയ വരെ ആക്രമിക്കുന്ന ഒരു കാലമാണ്. ഇപ്പം കോൺഗ്രസിൽ നിന്ന് പോലും K കച്ചൻ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് VD സതീശനെ ആക്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിനെതിരെ മോശമായിട്ട് ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തിയത് കൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലവിലൊരു കേസില്ലാത്തൊരു സാഹചര്യത്തിൽ ഇപ്പൊ പല ആളുകളും പറയും, ഇപ്പൊ പല വീഡിയോസും നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ VD സതീശനെതിരെ ആക്രമിക്കുന്ന ഒരുപാട് രേഖകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വരുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ പലപ്പോഴും കണ്ടു. ഇപ്പം റിനി ആൻഡ് ജോണുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ റിനി സതീശൻ പറയുന്നത് മാത്രമേ കേൾക്കൂ, ആ ഒരു രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പം അത് ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യുന്നത് അച്ഛനുമായിട്ടുള്ള പരാമർശം, VD സതീശൻ അച്ഛനെ പോലെയാണ് കാണുന്നത് എന്നുള്ള പരാമർശങ്ങളൊക്കെയാണ് അതിൽ കോട്ട് ചെയ്യുന്നത്. അപ്പം എന്തെല്ലാം ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് അത്തരത്തിലൊരു കേസും ഇല്ലാത്ത സാഹചര്യത്തിൽ, ഒരു പരാതിയും ഇല്ലാത്ത സാഹചര്യത്തിൽ, പരാതിക്കാരി ഇല്ലാത്ത സാഹചര്യത്തിൽ മാറ്റി നിർത്തുന്നത് ധാർമ്മികമായിട്ടുള്ള ഒരു കാര്യമല്ല. അദ്ദേഹത്തിനെ മാറ്റി നിർത്താനും കഴിയില്ല. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഏത് വേദിയിൽ വന്നു കഴിഞ്ഞാലും ആർക്കും മറുത്തൊന്നും പറയാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുള്ളത്.